സംസ്ഥാനത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ ചൊവ്വാഴ്ച സ്ഥാനമേക്കും. നിലവിലെ ചീഫ് സെക്രട്ടറി ജയതിലക് വിരമിക്കുന്ന സാഹചര്യത്തിലാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയായ ബിശ്വനാഥ് സിൻഹ കേരളത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേൽക്കുന്നത്. 2028 സെപ്റ്റംബർ വരെയാണ് സിൻഹയുടെ കാലാവധി. സംസ്ഥാനത്തിന്റെ 51ാമത് ചീഫ് സെക്രട്ടറിയായാണ് ബിശ്വനാഥ് സിൻഹയെ ചുമതലയേൽക്കുന്നത്. 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനായ ബിശ്വനാഥ് സിൻഹയെ കേരള കേഡറിലെ സീനിയോറിറ്റി പരിഗണിച്ചാണ് UDF സർക്കാർ സ്ഥാനത്തേക്ക് പരിഗണിച്ചത്. ഡോക്ടർ VP ജോയ്ക്ക് ശേഷം ചീഫ് സെക്രട്ടറി സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കാലാവധി ലഭിക്കുന്നത് ബിശ്വനാഥ് സിൻഹയ്ക്കാണ്. 2 വർഷവും 3 മാസവുമാണ് അദ്ദേഹം ഈ പദവിയിലിരിക്കുക. തൊട്ടു മുൻപുള്ള ചീഫ് സെക്രട്ടറിമാർക്കെല്ലാം 1 വർഷമോ അതിൽ താഴെയോ ആയിരുന്നു സർവീസ് കാലാവധി ഉണ്ടായിരുന്നത്. ബിശ്വാസ് മേത്തയ്ക്ക് ശേഷം ഈ പദവിയിലെത്തുന്ന മലയാളിയല്ലാത്ത വ്യക്തി കൂടിയാണ് ബീഹാർ സ്വദേശിയായ ബിശ്വനാഥ് സിൻഹ. 2023 മുതൽ ആഭ്യന്തര, വിജിലൻസ്, ജയിൽ വകുപ്പുകളുടെ ചുമതല വഹിച്ചു വരികയാണ് അദ്ദേഹം. ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, റീബിൽഡ് കേരള CEO എന്നീ നിലകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ഡെപ്യൂട്ടേഷനിൽ വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ജോയിന്റ് സെക്രട്ടറിയായും ഡൽഹി കേരള ഹൌസിൽ റെസിഡന്റ് കമ്മീഷണറായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. പൊതുഭരണ വകുപ്പിന്റെ ചുമതലയിലിരിക്കെ ബിശ്വനാഥ് സിൻഹ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സെക്രട്ടേറിയറ്റിലെ പഞ്ചിംഗ് സംവിധാനം ശമ്പള സോഫ്റ്റ്വെയറുമായി ബന്ധിപ്പിച്ച് നിർണായക പരിഷ്കാരം നടപ്പിലാക്കിയത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.